ഇന്ത്യയിലെ ആദ്യ ഈശോ സഭ രക്തസാക്ഷി ഫാദർ ജെയിംസ് കോട്ടായിൽ എസ്.ജെയുടെ 58-ാം വാർഷികത്തോടനുബന്ധിച്ച് അച്ഛൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന റാഞ്ചിയിലെ മാണ്ടർ ഇടവക ദേവാലയത്തിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ നടന്നു. ഫാദർ ബിബിൻ കുണ്ടലിന, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോണിഷ് ഗാരി എന്നിവർ നേതൃത്വം നൽകി. മാണ്ടർ പള്ളിയുടെ സെമിത്തേരിയിൽ അച്ഛൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നിടത്ത് ഛായാചിത്രം കൊത്തിയ ഫലകവും ആശീർവദിക്കപ്പെട്ടു. അച്ഛൻ്റെ മരണത്തിന് മുൻപ് ആശുപത്രിയിൽ വെച്ച് അച്ഛനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആരൊക്കെയാണെന്നുള്ള പോലീസ് അധികൃതരുടെ ചോദ്യത്തിന് കൊലയാളി തിരിച്ചറിഞ്ഞിട്ടും അവരോട് ക്ഷമിച്ച് പേര് വെളിപ്പെടുത്താതെ അച്ഛൻ പറഞ്ഞത് എൻ്റെ സഹോദരങ്ങളാണ് അവരെന്നായിരുന്നു. ഈ വാക്ക് പിന്നീട് കൊലയാളിക്ക് മാനസാന്തരത്തിന് കാരണമാക്കിയതായി റാഞ്ചിയിലെ മാണ്ടർ ഇടവക ജനം പറയുന്നു. My name is Sister Angela Sigga. I have heard and met that man to Mr. Thomas, and he was telling that he lived in the first time he was the criminal group leader, but afterwards he changed and he was very good. He came back in the good way, and the family also is very nice now, and regular they were coming for the church. Now 4 years back he was expired. ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് നവാഡാഡ് ഇടവക വികാരി ഫാദർ സുനിൽ ടോപ്പനയും റാഞ്ചിയിലെ ഹസാരിബാഗ് രൂപതയുടെ സോഷ്യൽ സർവീസ് ഡയറക്ടർ ഫാദർ ടോമി അഞ്ചുപങ്കിൽ എന്നിവർ നേതൃത്വം നൽകി. ജെയിംസ് അച്ഛൻ്റെ മാതൃ ഇടവക പാലാ രൂപതയിലെ സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് തുരുത്തിപ്പള്ളിയിൽ ജൂലൈ 16 രാവിലെ 6:30 നടന്ന വിശുദ്ധ കുർബാനയും ഒപ്പീസും ഇടവക വികാരി ഫാദർ അഗസ്റ്റിൻ പീടികമലയിൽ ഫാദർ റെജി പൈമറ്റം എന്നിവർ നയിച്ചു. ധാരാളം പേർ ജെയിംസ് അച്ഛൻ രക്തസാക്ഷിത്വം വരിച്ച റാഞ്ചിയിലെ നവാഡാഡിലെ മെമ്മോറിയൽ സ്ലാബിന്റെ മുന്നിലും അച്ഛനെ സംസ്കരിച്ച റാഞ്ചിയിലെ മാണ്ടർ പള്ളിയുടെ കല്ലറയിലും അച്ഛൻ്റെ മാതൃ ഇടവകയായ പാലാ രൂപതയിലെ തുരുത്തിപ്പള്ളിയിലെ അച്ഛൻ്റെ ഛായാചിത്രം പതിച്ച കൽക്കുരിശിലും അച്ഛൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു വരുന്നു.